വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്നാണ് അതിൻ്റെ അവസാനം. ആരെന്തു പറയട്ടെ, ആളുകൾ പലപ്പോഴും നമ്മളെക്കുറിച്ച് പലതും പറയും, ഇല്ലാത്ത ദുരാരോപണങ്ങൾ പറയും. എന്തും പറഞ്ഞു മനസ്സ് തളർത്തി പ്രബോധന രംഗത്തു നിന്ന് പിന്മാറ്റാൻ നോക്കും. അതൊന്നും ശ്രദ്ധിക്കാതെ അവഗണിച്ചേക്ക് നബിയെ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരെ യജമാനനായ താങ്കളുടെ റബ്ബിനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങൾക്ക് അത്രേ ബാധ്യതയുള്ളൂ, വിഷമിക്കണ്ട എന്നാണ് ആ സമാധാനിപ്പിക്കുന്നത്. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിരിൻ. നബിയെ ഉത്ബോധിപ്പിക്കുക, അത്രേ നിങ്ങളെ ബാധ്യതയുള്ളൂ. ഇന്നമാ അൻത മുദക്കിർ, നിങ്ങളൊരു ഉത്ബോധകൻ മാത്രമാണ് നബിയെ. ലസ്ത അലൈഹിം ബിമുസൈത്തിരിൻ, നിർബന്ധിച്ച് അധികാരം ചെലുത്തി ബലാത്കാരത്തിലൂടെ അവരെ നിർബന്ധിപ്പിച്ച് ഇതിലേക്ക് കൊണ്ടുവരേണ്ട ഡ്യൂട്ടിയൊന്നും നിങ്ങൾക്കില്ല നബിയെ. വേറൊരു സ്ഥലത്ത് ഖുർആൻ ആശ്വസിപ്പിച്ചത് ഇപ്രകാരമാണ്: ഇന്നമാ അലൈക്കൽ ബലാഗു വഅലൈനൽ ഹിസാബ്. നിങ്ങൾക്കിത് എത്തിച്ചു കൊടുക്കേണ്ട കടമ മാത്രമേ ഉള്ളൂ നബിയെ, എന്തിനാ ഈ ടെൻഷൻ? വഅലൈനൽ ഹിസാബ്, ആ എത്തിച്ചു കൊടുത്ത കാര്യമനുസരിച്ച് അവർ ജീവിച്ചോ ഇല്ലേ, എന്തേ അങ്ങനെ ജീവിക്കാഞ്ഞത് എന്ന് നിങ്ങളോട് ചോദിക്കൂല നബിയെ. അത് ഞാൻ ചോദിക്കോളൂ, അതെന്റെ കടമയാണ്, അത് ഞാനാ ചെയ്യാ. ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് തന്നെയല്ലേ പറഞ്ഞത്: ലസ്ത അലൈഹിം ബിമുസൈത്തിരിൻ ഇല്ലാ മൻ തവല്ല വകഫർ ഫയുഅദ്ദിബുഹു അല്ലാഹുൽ അദാബൽ അക്ബർ ഇന്ന ഇലൈനാ ഇയാബഹും. തീർച്ചയായും നമ്മുടെ അടുത്തേക്കാണ് അവരുടെ ഇയാബ്, ഐ അർറുജൂ, മടങ്ങി വരവ്. സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, അവരെ വിചാരണയും കണക്കൊക്കെ നോക്കാം നമ്മൾ മതി. നബി നിങ്ങളോട് ചോദിക്കൂല. ഒരു നബിയോടും നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ദഅവത്ത് നടത്തിയിട്ട് എത്ര പേരെ കിട്ടി ഒന്ന് എണ്ണം കാണിച്ചേന്ന് പറയൂല. ഖിയാമത്ത് നാൾ വരെ ആരോടും ആ ചോദ്യം ചോദിക്കൂല, നിങ്ങൾക്ക് എത്ര ആളെ കിട്ടി. പക്ഷെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്നോടും നിങ്ങളോടും അടക്കമുള്ള എല്ലാവരോടും: എത്ര ആളുകളുടെ കാതിൽ നിങ്ങൾ ഈ സന്ദേശം എത്തിച്ചു? അത് ചോദിക്കും, അത് ചോദിക്കും. എത്ര ആൾക്ക് എത്തിച്ചു എന്ന് ചോദിക്കും. കാരണം അത് നമ്മുടെ കടമയാണ്, അത് നമ്മളെ കഴിവിൽപ്പെട്ട കാര്യമാണ് എത്തിക്കല്. എത്തിക്കപ്പെട്ട കാര്യം അയാളുടെ മനസ്സ് മാറ്റുക എന്നുള്ളത് ലൈസ മിൻ ഖുദ്റത്തിനാ, നമ്മുടെ കഴിവുപെട്ടതല്ല. നിങ്ങൾക്ക് എന്നോടൊരു സത്യം പറയാനേ പറ്റുള്ളൂ. നിങ്ങളെ പറഞ്ഞ സത്യത്തിലേക്ക് എൻ്റെ മനസ്സിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല, ആരെ കൊണ്ടും പറ്റൂല. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെപ്പോഴും കേട്ടൊരു ചരിത്രല്ലേ, നിഴൽ പോലെ തൻ്റെ സഹായിയായി ഒപ്പമുണ്ടായിരുന്ന മൂത്താപ്പ അബൂ താലിബ് വലിയ സഹായം ചെയ്ത ആളാ. ജനങ്ങളൊക്കെ കൈവെടിഞ്ഞ് കൊല്ലും എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞത്: മോനെ, നിന്നെ കൊല്ലാനൊന്നും ഈ മൂത്താപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് സമ്മതിക്കൂലാണ്, അതിന് എൻ്റെ മയ്യത്തും ചവിട്ടിയിട്ട് വേണ്ടിയിരുന്നു. അങ്ങനെ ധൈര്യം കൊടുത്ത ആളാ അബൂ താലിബ്. വലിയ സങ്കടം ഉണ്ടായിരുന്നു അള്ളാഹിന്റെ റസൂലിന്, ഇത്രയൊക്കെ എന്നെ സ്നേഹിച്ച എൻ്റെ മൂത്താപ്പാക്കൊരു ഹിദായത്ത് കിട്ടിയെങ്കിൽ. മരണരോഗത്തിൽ കിടക്കാണ്. അള്ളാഹിന്റെ റസൂല് കയറി ചെന്നു: യാ അമ്മി, മുത്താപ്പ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാന ചാൻസ് ആണ് മുത്താപ്പ, പറയുങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, മുസ്ലിം ആകൂ. അബൂ താലിബിന് മുസ്ലിം ആകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചുറ്റുഭാഗത്തും പൗരപ്രമുഖരും നാട്ടുകാരന്മാരും നാട്ടുമൂപ്പന്മാരും ആളുകളൊക്കെയാണ് ചുറ്റും ഇരിക്കുന്നത്. അബൂ താലിബിന് വല്ല ചേഞ്ചും അവസാന ഘട്ടത്തിൽ വരുമോ എന്ന് ബേജാറായപ്പോ അബൂ താലിബിനോട് അവർ ചോദിച്ചു: ഈ അവസാന ഘട്ടത്തിലെങ്ങാനും നീ മുഹമ്മദിന്റെ പുത്തൻവാദത്തിലേക്ക് ചേക്കേറിയാൽ, ഇതുവരെ നാട്ടിൽ നിങ്ങൾക്കൊരു ഇമേജ് ഉണ്ടായിരുന്നു, ഒരു അന്തസ്സുണ്ടായിരുന്നു, അതൊക്കെ തകരും. ആളുകൾ നിങ്ങളെ വെറുക്കും. അതുകൊണ്ട് ആ വഴി ചിന്തിക്കരുത് എന്ന് അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ അബൂ താലിബിനോട് ഉപദേശിച്ച് പിന്മാറ്റാൻ നോക്കുക.
അള്ളാന്റെ റസൂല് വീണ്ടും ആവർത്തിക്കുകയാണ് ഈ വാചകം, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമ, ഒന്ന് പറയൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു വാക്ക് പറയൂ, കലിമ, വേറൊന്നും വേണ്ട, ഒരൊറ്റ കലിമ പറഞ്ഞാൽ മതി. എന്തിനാണെന്നറിയോ? അത് നിങ്ങൾ പറഞ്ഞാൽ മരിച്ചാലും ഉഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്, അള്ളാന്റെ അടുക്കൽ അത് വെച്ചിട്ട് എന്റെ മൂത്താപ്പാനെ രക്ഷിക്കണേന്ന് ഞാൻ പറഞ്ഞു നോക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കി, അയാളെ മനസ്സലിഞ്ഞില്ല. അവസാനം ഒപ്പം ഇരിക്കുന്ന ആളുകളുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ എന്തോ പറഞ്ഞു മരിച്ചത്, അന അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ എൻ്റെ കാക്കകാരണന്മാരൊക്കെ ജീവിച്ചൊരു വഴിയുണ്ട്, അതിൽ തന്നെ ഞാൻ നിൽക്കുള്ളൂ, ഞാനൊന്നും എന്നോട് പറയണ്ട എന്നും പറഞ്ഞ് അയാളങ്ങ് മരിച്ചുപോയി. നിങ്ങൾ നോക്കി അള്ളാന്റെ റസൂലിന്റെ സങ്കടം എത്രയായിരിക്കും. അവസാന ചാൻസും പിടിവിട്ടു പോയി, ഇനി നരകാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അങ്ങനെ ഇറങ്ങാണ്, കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഇറങ്ങാണ്. ആ സമയത്താണ് ഈ സൂറത്ത് ഖസസിലെ ആയത്തിറങ്ങുന്നത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. നബിയേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ നേർവഴിയിലാക്കാനൊന്നും നിങ്ങളെ കൊണ്ട് പറ്റൂല. വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ, അല്ലാഹു അത്രേ അവൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നത്. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? അള്ളാന്റെ റസൂലിന് വരെ പറ്റിയിട്ടില്ല അവിടുന്ന് ഇഷ്ടപ്പെട്ട ഒരാളെ നന്നാക്കാൻ. കാരണം അൽ ഖൽബു ബിയദില്ലാഹ്, ഹൃദയം അള്ളാഹുവിന്റെ കൈകളിലാണ്. അതെപ്പോഴാ മാറുക, എങ്ങോട്ടാ ചേഞ്ച് ആവുക എന്ന് ഒരാൾക്കും പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഒരാളെ കുറിച്ചും അയാൾ ഒരിക്കലും നന്നാവില്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല. അത് നമ്മളല്ല തീരുമാനിക്കുന്നത്. ഒരാൾ നന്നാവോ ചീത്തയാവോ എന്നും നമുക്കറിഞ്ഞൂടാ. നമ്മളോടൊന്നേ പഠിപ്പിക്കപ്പെട്ടുള്ളൂ, അള്ളാഹിനോട് ദുആ ചെയ്യാൻ. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റി മറിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക, എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. പറയാനേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ വേദനിക്കരുത്, വിഷമിക്കരുത് എന്ന് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്?